അരിയുടെ മുത്തശ്ശി. ഒരു ചെറുവനത്തിൽ വലിയൊരു ഇരുമ്പിക്കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവരുടെ കൂടിന്റെ പേരായിരുന്നു സ്നേഹക്കൂട്. അമ്മാണ്ട്, കുഞ്ഞാണ്ട്, കൂട്ടാണ്ട് എല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചത്. പക്ഷേ ഒരു ദിവസം വലിയ മഴയും കാറ്റും കയറി വന്നു. അവരുടെ എല്ലാ ഭക്ഷണവും ഒലിച്ചുപോയി. അയ്യോ, അമ്മാണ്ട് പറഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണം എവിടുന്ന് കിട്ടും? കുഞ്ഞാണ്ട് കരഞ്ഞു, ഞാൻ എന്ത് കഴിക്കാനാ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അമ്മാണ്ട് ഓർത്തു, അരിയുടെ മുത്തശ്ശി, അവളെ കാണാം, അവളെ പോലെ അറിവുള്ളതായിട്ട് മറ്റാരുമില്ല. അന്തുകൾ എല്ലാവരും ചേർന്ന് കാടിലേക്ക് പോയി. കാടിന്റെ നടുവിലൊരു വലിയ വൃക്ഷം, അതിന് കീഴിൽ ചെറിയ വീട്. അതാണ് അരിയുടെ മുത്തശ്ശിയുടെ വീട്. മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശിയെ, ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമുണ്ട്, ഭക്ഷണമൊന്നുമില്ല, അമ്മാണ്ട് പറഞ്ഞു. മുത്തശ്ശി ചിരിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഒരുമിച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതിയും തരും. അന്തുകൾ വയലിലേക്ക് പോയി. ഒരു വിഭാഗം വിത്ത് വിതറി, ഒരു വിഭാഗം പഴം ശേഖരിച്ചു. കൂടുതൽ കണ്ടുമുട്ടിയ പുഴുവിന് നന്ദി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. വീണ്ടും അവരുടെ കൂട് നിറഞ്ഞു, പഴങ്ങളാലും വിത്തുകളാലും. അമ്മാണ്ട് പറഞ്ഞു, മുത്തശ്ശിയെ, മുത്തശ്ശി പറഞ്ഞത് ശരിയായിരുന്നു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ.